ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പറാട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ചിക്കൻ മല്ലിക്കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മൈമ സൈമൺ, വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ചിക്കൻ മല്ലിക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് നാടൻ കോഴിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിലാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുക്കർ തന്നെ വേണമെന്നില്ല, സാധാരണ പാത്രത്തിലും കുക്ക് ചെയ്യാം. കുറച്ച് സമയം കൂടുതൽ എടുക്കുമെന്നേ ഉള്ളൂ. കുറച്ച് എണ്ണ ഒഴിക്കാം, 2 ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. ഇതിലേക്ക് 1 കപ്പ് സവാള സ്ലൈസ് ചെയ്തത്, ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത്. സവാള കുക്ക് ചെയ്യുമ്പം കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇതൊന്ന് സോഫ്റ്റ് ആകുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. സവാള വഴലുന്ന സമയം കൊണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാനായിട്ടുണ്ട്. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് വലിയൊരു കഷ്ണം ഇഞ്ചി, 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, ഒരു 9-10 അല്ലി വെളുത്തുള്ളി, ഒരു 10-15 അല്ലി ചുവന്നുള്ളി. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഒരു 3.5 ടേബിൾ സ്പൂൺ നിറച്ച് ഹീപ്പ് ചെയ്തെടുത്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഈ പൊടിയിലേക്ക് നമുക്ക് തേങ്ങാപ്പാലോ വെള്ളമോ ഉപയോഗിച്ച് അരച്ചെടുക്കാം. നമ്മളിന്ന് തേങ്ങാപ്പാലിലാണ് കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് അരയ്ക്കുക. കുറച്ചുകൂടെ അരയാനായിട്ടുണ്ട്, കുറച്ച് പാലും കൂടെ ഒഴിക്കും. നന്നായിട്ട് അരച്ചെടുത്തു. ഇത് മാറ്റി വെക്കാം. ഇവിടെ സവോളയൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്, കുറച്ചുകൂടെ വഴലാനുണ്ട്. ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റണം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കത്തിലേക്ക് കറിക്കകത്ത്, അപ്പം അതുകൊണ്ട് പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യത്തിന് ചേർക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് ഉപയോഗിച്ചേക്കുന്നത്. 3 തൊട്ട് 5 വരെ ഉപയോഗിക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പച്ചമുളകിൻ്റെ പച്ചമണം ഫുൾ മാറണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു പരുവേ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് സവാള. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ മിക്സ്ചറിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് വീണ്ടും വഴറ്റാം. എണ്ണ ഇവിടെ കുറച്ച് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ചേർക്കുകയാണ്. ആ മസാലയുടെ പച്ചമണം മാറി നല്ലൊരു മണം വരണം, അതുവരെ കഴിച്ചു. മിക്സി ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. ഈ മസാല ഇട്ടൊരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റി പച്ചമണമൊക്കെ മാറി. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന നാടൻ കോഴിയാണ്. ഇതൊരു 750 ഗ്രാം ഉണ്ടാവും. ഒരു കോഴിയാണ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ ഒരു 750 ഗ്രാംസ് ഉണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് ഒരു വലിയ പൊട്ടറ്റോ കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുന്ന വരെ ഒരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. 2 പാലാണ് ചേർക്കുന്നത്. ഏകദേശം 1 കപ്പ് 2 പാൽ ചേർത്ത് വേവിക്കാം.
മല്ലിക്കറി നമ്മൾ കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കന് 1 കപ്പ് വെള്ളം ചേർത്തു. കൂടാതെ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളം കൂടെ വരും. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് കുക്കാവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. ഞാൻ യൂഷ്വലി കുക്ക് ചെയ്യുന്നത് ഒരു വിസിലാണ്, ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ, അതുവരെ കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ്റെ മൂപ്പ് അനുസരിച്ച് വേവിൽ വ്യത്യാസം വരും. അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം നിങ്ങൾ തുറന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ പിന്നീട് ഇട്ടാലും മതി. ഒരു വിസിൽ വന്ന ശേഷം ഓഫ് ചെയ്തിട്ടേക്കുമായിരുന്നു. ചെക്ക് ചെയ്യാം. ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്താണ് നമ്മൾ വേവിച്ചത് ചിക്കൻ. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ ചേർക്കുക. ഇനി വീണ്ടും കുക്കർ ചൂടാക്കുക. ഇതിലേക്ക് 1/4 പാൽ ഒഴിക്കാനായിട്ടുണ്ട്. 3/4 കപ്പ് 1/4 പാലാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഗ്രേവി ഒരുപാട് വേണ്ടെങ്കിൽ കുറച്ച് പറ്റിച്ച ശേഷം തേങ്ങാപ്പാൽ ചേർത്താലും മതി. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. 1/4 പാൽ ഒഴിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടാവണം. ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവാണ്. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുക. ഓക്കെ, കറി ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് നെയ്യ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. 4-5 ഉള്ളി സ്ലൈസ് ചെയ്ത്. ചുവന്നുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ 2 വറ്റൽമുളക് കീറിയിടാം. കുറച്ച് കറിവേപ്പില. ഓഫ് ചെയ്ത ശേഷം വളരെ കുറച്ച് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഗ്രേവിയിലേക്ക് ഇടാം. അടച്ച് ഫ്ലേവേഴ്സ് ഒന്ന് ഇൻഫ്യൂസ്ഡ് ആവാൻ അടച്ചു വെക്കാം. ഞാൻ ആ ചില്ലി പൗഡർ ഇട്ടത് നല്ലൊരു കളറൂടെ കിട്ടാനായിട്ട് വേണ്ടിയിട്ടാണ്. സെർവിങ് ബോളിലേക്ക് മാറ്റാം. ചിക്കൻ മല്ലിക്കറി നല്ലൊരു കറിയാണ്. നല്ല നാടൻ ഫ്ലേവർ ഉള്ളൊരു കറി. അപ്പോൾ ഇതെൻ്റെ അമ്മ സ്ഥിരം വീട്ടിലുണ്ടാക്കാറുള്ളതാണ്. അമ്മ സെർവ് ചെയ്യുന്ന എപ്പോഴും ഇത് വെള്ളയപ്പത്തിൻ്റെ കൂടെയാണ്. വെള്ളയപ്പത്തിൻ്റെ കൂടെ അല്ലാതെ ചപ്പാത്തി, പറാട്ട, റൈസ്, പുട്ട് ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.